നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ജോബി ഹാൽവിൻ, എനിക്ക് തോന്നുന്നു ജോബി ഹാൽവിന് ഹാലിളകിയിരിക്കുകയാണ്. ഇടതുപക്ഷ അന്ധമായ വിരോധം തൻ്റെ ഉള്ളത്തിൽ കൊണ്ടു നടക്കുമ്പോൾ അത്തരത്തിലുള്ള വീഡിയോകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിനെതിരെ ഇദ്ദേഹം സംസാരിക്കുന്ന കാര്യങ്ങൾ വളരെ വളരെ വലിയ ദയനീയമായ കാര്യങ്ങളാണ്. കാരണം ഇവിടുത്തെ ജനങ്ങളെ മാനിക്കണ്ടേ? 2 പ്രാവശ്യം ജനങ്ങളാണല്ലോ ഇടതുപക്ഷ സർക്കാരിനെ മൂളി കൊണ്ടുവന്നത്. ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇനി അത് താഴെ പോകണമെങ്കിൽ ജനങ്ങൾ തീരുമാനിക്കട്ടെ. ബംഗാൾ പോലെയല്ല കേരളം. കേരളത്തിൽ വിവേചന ശക്തി ശരിക്കും ഉള്ള ഒരു ജനമാണ്. അവർക്കറിയാം കോൺഗ്രസ് ഭരിക്കണോ ഇടതുപക്ഷം ഭരിക്കണമോ എന്നുള്ളത്. എന്നാൽ ജോബി ഹാൽവിൻ ചുവപ്പ് കണ്ടാൽ ജോബി ഹാൽവിന് ഭ്രാന്തളവും. ചില മാസങ്ങൾക്ക് മുമ്പ് കാവാലം പാസ്റ്ററുടെ വിഷയത്തിൽ ജോബി ഹാൽവിൻ ഇത്തരത്തിലുള്ള കുറേ പ്രസ്താവനകൾ ഇറക്കി അദ്ദേഹത്തിൻ്റെ വീഡിയോ ഓടിച്ചു. എന്താണ് ചെയ്തത്? മൊണ്ണ സുനി പറഞ്ഞു തെളിവുണ്ടെന്ന്. ജോബി ഹാൽവിൻ ഇറക്കിയ വീഡിയോ പറഞ്ഞു എന്നോട് പലരും പറഞ്ഞിട്ടുണ്ടെന്ന്. ഒരു ക്രിസ്ത്യൻ സമൂഹത്തിൽ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു ദേവദാസനെ ഇത്ര റീച്ചുള്ള ആൾക്കാരെ അറിയുന്ന ജോബി ഹാൽവിൻ അദ്ദേഹത്തിനെതിരെ ഒരു അപവാദം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ജോബി ഹാൽവിൻ പറഞ്ഞത് എന്താ? ജോബി ഹാൽവിൻ പറഞ്ഞത് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മുൻകൂട്ടി അറിയാം, ഇത് മുമ്പേ ഞാൻ പറഞ്ഞതാണ്, ഇതെല്ലാം പറഞ്ഞ് കുറേ റീച്ച് ഉണ്ടാക്കി ജോബി ഹാൽവിൻ. അന്നേ ജോബി ഹാൽവിനെ എടുക്കണമെന്ന് പലരും പറഞ്ഞതാണ്. ജോബി ഹാൽവിൻ, താങ്കൾ സിനിമ കാണിച്ച് പ്രസംഗിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ സിനിമയ്ക്ക് റീച്ചില്ലാതെ വന്നപ്പോൾ താങ്കൾ ഇപ്പോൾ ഇടതുപക്ഷത്ത് നെഞ്ചു കയറുന്നു, കാവാലം പാസ് നെഞ്ചു കയറുന്നു, റീച്ച് ഉണ്ടാക്കുന്നു. അതിൻ്റെ ആവശ്യമുണ്ടോ ജോബി ഹാൽവിൻ? ജോബി ഹാൽവിൻ ഈ കഴിഞ്ഞ ദിവസം ഇറക്കിയ വീഡിയോക്കകത്ത് പലപ്പോഴും പറയുന്ന കാര്യം ഷാജൻ സ്കറിയ എന്ന് പറയുന്നത് മഷികയാണ്. വെറും മഷികയല്ല, വെളിച്ചം കൊണ്ടു കിടക്കുന്ന മഷികയാണ്. മാത്രമല്ല കോൺഗ്രസും ഇവിടെ നശിച്ചു, ഇടതുപക്ഷവും നശിച്ചു. ഇനി നമുക്ക് 2020യും ആപ്പിനെ ഇവിടെ കൊണ്ടുവരണം. അവർക്ക് മാത്രമേ ഇനി രക്ഷിക്കാൻ കഴിയൂ. കുറച്ച് കാലങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ വന്ന് ഇന്ത്യയും കേരളത്തെയും രക്ഷിക്കും. ഇന്ത്യയെ പണിതത് കോൺഗ്രസ്സാണ്. കേരളത്തിലെ ഇടതുപക്ഷവും കോൺഗ്രസും മാറി മാറി ഭരിച്ചിട്ടുണ്ട്. അവരുടേതായ പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ വികസനത്തിന് ഏറ്റവും മുഖമുദ്രയായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ജോബി ഹാൽവിൻ പറയുന്നത് ആപ്പും 2020യും ഷാജൻ സ്കറിയയും ചേർന്ന് നിന്നാൽ ലോകത്തെ രക്ഷിക്കാൻ കഴിയുമെന്നാണ്. എന്ത് വിഡ്ഢിത്തരമാണ് പറയുന്നത്? ഈ ഷാജൻ സ്കറിയക്കെതിരെയുള്ള കേസുകൾ നിലനിൽക്കുന്നതല്ലേ? അല്ല, അറിയാൻ പറ്റുന്ന ചോദിക്കുകയാണ്. ഈ കോടതിയാണല്ലോ അദ്ദേഹത്തെ ജാമ്യം നിഷേധിച്ചത്. വിചാരണ കോടതി തള്ളി, ഹൈക്കോടതി പോയി, ഹൈക്കോടതി തള്ളി, സുപ്രീം കോടതി പോയിരിക്കുന്നു. ഈ സ്വദേശാമേനി രാമകൃഷ്ണ പിള്ളയെ പോലെയൊക്കെയാണ് പലരും വ്യാഖ്യാനിക്കുന്നത്. ജോബി ഹാൽവിനും പറയുന്നത് യേശുക്രിസ്തുവാണ്, മഷികയാണ് ഷാജൻ സ്കറിയ എന്നാണ്. അല്ല, ഞാൻ അറിയാമെന്ന് ചോദിക്കുകയാണ്. ഷാജൻ സ്കറിയ പറയുന്നതെല്ലാം സത്യമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഷാജൻ ഒളിച്ച് താമസിക്കണം? പറയൂ, എന്തുകൊണ്ട് ഒളിച്ച് താമസിക്കണം? അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞ് ഇങ്ങനെയാണ്, അദ്ദേഹം ഒളിച്ചു പോകേണ്ട ആവശ്യമില്ല. അദ്ദേഹം എന്ത് ചെയ്യണം? അദ്ദേഹം പോലീസിന് കീഴടങ്ങണം. കോടതിയിൽ വക്കീലിനെ വെച്ച്, ഏറ്റവും വലിയ വക്കീലിനെ വെച്ചാണല്ലോ ജാമ്യം എടുക്കാൻ ശ്രമിച്ചത്. പക്ഷേ എന്തുകൊണ്ട് കോടതി ജാമ്യം കൊടുത്തില്ല? അപ്പോൾ ശ്രീനിജൻ കൊടുത്ത കേസിലും PV അൻവർ പറയുന്ന കാര്യങ്ങളിലും, അപ്പോൾ തന്നെ ലുലു മാളിൻ്റെ ചെയർമാനായിരിക്കുന്ന യൂസഫ് അലി കൊടുത്ത കേസുകളിലും ഒരു യാഥാർത്ഥ്യവുമില്ല. എൻ്റെ ഷാജഹാൻ അദ്ദേഹം മഷികയാണെന്ന് കരഞ്ഞുകൊണ്ടിരിക്കണം അദ്ദേഹത്തിൻ്റെ ഈ എല്ലാ വീഡിയോകളിലും. ഞാൻ സംസാരിക്കാൻ പോകുന്നത് അൻവർ MLA. അദ്ദേഹം നിങ്ങളോട് പറയുന്ന കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ കേൾക്കണം. കേൾക്കുമ്പോഴേ ഈ ജോബി ഹാൽവിൻ്റെ ഇടതുപക്ഷ വിരോധം കൊണ്ടാണ് ജോബി ഹാൽവിൻ സംസാരിക്കുന്നതെന്നും ഇതിലൊരു യാഥാർത്ഥ്യമില്ലെന്നും ഇതിൽ കുറേ സത്യങ്ങളുണ്ട്. ജോബി ഹാൽവിൻ പറയുന്നത് കേട്ടാൽ മഷികയാണ് ഷാജൻ സ്കറിയ എന്നാണ്. പെന്തക്കോസിനെതിരെ, ക്രിസ്ത്യാനികൾക്കെതിരെ, പ്രത്യേകിച്ച് സംഘരാഷ്ട്രീയത്തിനെതിരെ എത്രയോ വീഡിയോകൾ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഏറെ എന്തിനു പറയുന്നു, രാഹുൽ ഗാന്ധിക്കെതിരെ പോലും എത്ര ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ഈ ഹാലിളകിയ ജോബി ഹാൽവിൻ കണ്ടിട്ടില്ല. ജോബി ഹാൽവിൻ, താങ്കൾ സത്യത്തിൻ്റെ കൂടെ നിൽക്കൂ. റീച്ച് കിട്ടാൻ വേണ്ടിയും ആളെ കൂട്ടാൻ വേണ്ടിയും 90,000 പേര് കാണാൻ വേണ്ടിയും ഈ ദൈവവചനം പറയുന്ന താങ്കൾ നുണകൾ പറയരുതേ. സത്യങ്ങൾ എല്ലായിടത്തും ചിതറിക്കിടക്കുകയാണ്. ആ സത്യങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് യഥാർത്ഥ സത്യത്തിലേക്ക് നയിക്കാൻ താങ്കൾ കഴിഞ്ഞില്ല എങ്കിൽ താങ്കളുടെ ആ വെള്ള വസ്ത്രം വെറും കറുപ്പ് വസ്ത്രമാണ്. അതുകൊണ്ട് ജോബി ഹാൽവിൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ കടുത്ത വിരോധം വെച്ചുകൊണ്ട് ഇവിടെയുള്ള ഗവൺമെന്റിനെ ആക്രമിക്കാൻ വേണ്ടിയും ഗവൺമെന്റിനെതിരെ വിരോധം സൃഷ്ടിക്കാൻ വേണ്ടി താങ്കൾ വീഡിയോ ഇറക്കുമ്പോൾ താങ്കൾ
സത്യത്തിൻ്റെ കൂടെ അല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. MLA PV അൻവർ MLA വാക്കുകളിലേക്ക് നമുക്ക് പോകാം. അദ്ദേഹം പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ശ്രീനിജിന്റെ കേസുമായി സംബന്ധിച്ച കാര്യങ്ങൾ അത് അടുത്ത വീഡിയോയിൽ വരും. എന്തായാലും ജോബി ഹാൽവിൻ, യേശുക്രിസ്തുവാണ് മഷിക, യേശുക്രിസ്തുവിന് മാത്രമേ രക്ഷിക്കാൻ കഴിയൂ. സാജൻ സ്കറിയയ്ക്ക് ഒരു ചുക്കും കഴിയില്ല. സാജൻ സ്കറിയ സത്യസന്ധമായ ഒരു വ്യക്തിയായിരുന്നെങ്കിൽ, ജനങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നതെങ്കിൽ അദ്ദേഹം പോലീസിന് കീഴടങ്ങി ഞാൻ ജനങ്ങളുടെ നായകനാണെന്ന് പറഞ്ഞുകൊണ്ട് ആ കുറ്റം ഏറ്റെടുത്തിട്ട് അതിനെതിരെ നിയമപരമായി പോകുമായിരുന്നു. എന്തിനാ ഒളിച്ചു താമസിക്കുന്നത്? കോടതിയാണ് ജാമ്യം നിഷേധിച്ചത്. കോടതി ഓപ്പോസിറ്റ് വാദങ്ങൾ കേട്ടിട്ട് കോടതി ജാമ്യം നിഷേധിച്ചു. ഇതിനെതിരെ ജോബി ഹാൽവിൻ ഇടതുപക്ഷത്തിന്റെ പടലിൽ കൊണ്ടുവച്ചിട്ട് ഒരു കാര്യവുമില്ല. ജോബി ഹാൽവിൻ കെയർഫുൾ. താങ്കൾ കാവാലത്തിനെതിരെ പറഞ്ഞ ബ്ലണ്ടറും ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെ പറഞ്ഞ ബ്ലണ്ടറുകളും ഇവിടെ ചെലവാകത്തില്ല. നമുക്ക് PV അൻവർ MLA വാക്കുകളിലേക്ക് പോകാം. ഗോഡ് ബ്ലസ് യു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലെ പത്രമാധ്യമ രംഗത്ത് കേരളത്തിലെ സാമൂഹ്യ വ്യവസ്ഥിതിയെ തന്നെ തകിടം മറിച്ച് വർഗീയതയും വിദ്വേഷവും പരത്തിക്കൊണ്ടിരിക്കുന്ന ഓൺലൈൻ ചാനലുകൾക്കെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഉയരുകയാണ്. അതിലൊരു പ്രധാന കണ്ണിയായിരുന്ന മറുനാടൻ ഷാജൻ കഴിഞ്ഞ 5 വർഷമായി കേരളത്തിലെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞ അസത്യങ്ങളും അധർമ്മങ്ങളും ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒക്കെ നന്നായി ഒരുമിച്ച് നല്ല മനസ്സോടുകൂടിയും സ്നേഹത്തോടും കാരുണ്യത്തോടും ജീവിച്ച നാട്ടിലെ സാമൂഹ്യ വ്യവസ്ഥിതിയെ തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് സമീപകാലത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യയിലെ നിയമങ്ങൾ ഇത്തരം വിഷയങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുന്ന നാടിൻ്റെ സ്വസ്ഥത കെടുത്തുന്ന വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ച് കോടതിയിലെത്തിക്കുക എന്നതൊരു മാരത്തോൺ സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. യഥാർത്ഥത്തിൽ ഇവരൊക്കെ മുതലെടുത്തത് ഈ ഒരു സാഹചര്യമാണ്. ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു മാധ്യമ സംസ്കാരം വളർന്നു വന്നത്. ഈ മാധ്യമം എന്ന് പറയുമ്പോൾ, മാധ്യമപ്രവർത്തനം എന്ന് പറയുമ്പോൾ ഏറ്റവും മഹനീയമായ ഒരു ജോലിയായി ലോകം മുഴുവൻ കണക്കാക്കി ആ മാധ്യമ പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും മാന്യമായ പരിഗണന സമൂഹം നൽകിയിരുന്നു. പക്ഷേ ഒരു മാധ്യമ ധർമ്മവും പാലിക്കാതെ അധർമ്മത്തിന് മാത്രം മുൻതൂക്കം നൽകി ഇതുവഴി പണമുണ്ടാക്കുക എന്ന ഒരൊറ്റ ദുരുദ്ദേശത്തോടു കൂടിയിട്ട് അതിന് ഏറ്റവും കൂടുതൽ വ്യൂസിനെ കിട്ടാനുള്ള എളുപ്പമാർഗം ഇന്നത്തെ രാജ്യത്തിൻ്റെ സാഹചര്യം വർഗീയതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗത്തിനെ വർഗീയവൽക്കരിക്കുമ്പോൾ ആ വിഭാഗം ഈ പറഞ്ഞത് എന്താണ് എന്ന് കേൾക്കാൻ വേണ്ടി വ്യൂസായിട്ട് വരും. എതിരാളികളും അതേപോലെ തന്നെ ഈ ചാനലിലേക്ക് അല്ലെങ്കിൽ ഈ ഓൺലൈനിലേക്ക് കയറിയിട്ട് അത് ആഘോഷിക്കാൻ വേണ്ടി വരും. അപ്പോൾ 2 വിഭാഗത്തിനെയും ഒരേ സമയത്ത് ചൂണ്ടലിട്ടുകൊണ്ട് പണമുണ്ടാക്കുക, സമൂഹത്തിലെ ഉന്നതരായ മാന്യമായി ജീവിക്കുന്ന ആളുകളുടെ പേരിൽ കള്ളക്കഥകളുണ്ടാക്കി അവരെ ഭീഷണിപ്പെടുത്തി കോടികളുണ്ടാക്കിയ എത്രയോ മാധ്യമപ്രവർത്തകർ, മാധ്യമ സ്ഥാപനങ്ങൾ ഓൺലൈൻ ഭാഗത്ത് ഇന്ന് കേരളത്തിലുണ്ട്. ഇതൊരു കച്ചവടമായി, ഒരു മാഫിയായി മുന്നോട്ട് പോവുകയാണ്. സ്വാഭാവികമായും ഇത് കണ്ടു നിൽക്കുന്ന ആളുകൾ ഇതിനെതിരെ പ്രതികരിക്കണമെന്ന് ആഗ്രഹിക്കഴിഞ്ഞിട്ടല്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നിയമങ്ങൾ ശക്തമല്ലാത്തത് കൊണ്ട് പലരും ഇതിനു വേണ്ടി പരിശ്രമിച്ച് പരാജയപ്പെട്ട് പ്രയാസത്തിലായതുകൊണ്ട് ആ ഒരു സ്ഥിതിഘട്ടത്തിലാണ് ഒരു ജനപ്രതിനിധി, ഒരു MLA എന്ന നിലക്ക് ഈ വിഷയം ഇനി ഏറ്റെടുത്തില്ലെങ്കിൽ ഈ നാടിൻ്റെ അവസ്ഥ ഇന്ന് കാണുന്ന ഗുജറാത്തും UPയുമായി നമ്മുടെ ഈ കൊച്ചു കേരളം പോലും മാറും എന്ന കാര്യത്തിൽ ആ ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാടെത്തുമെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിൽ നിയമപരമായ പോരാട്ടങ്ങൾക്ക് ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് ഞാൻ രംഗത്ത് വന്നിട്ടുള്ളത്. അത് കുറേശ്ശെ വെളിച്ചം കണ്ടുവരികയാണ്. ആളുകൾ ഈ വിഷയമായി പ്രതികരിക്കുന്നത് നല്ല രീതിയിൽ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിറങ്ങി പുറപ്പെടുന്ന വ്യക്തികളെ, ആ വ്യക്തിയുടെ പേര് നോക്കിയിട്ട് ആ പേരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മതങ്ങളുമായി കൂട്ടിച്ചേർത്ത് ആ വ്യക്തി വർഗീയവാദിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഭഗീരഥ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് കേരളീയ ജനങ്ങളോട്
ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. അത് പറയാൻ കൂടിയാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. എൻ്റെ കുടുംബചരിത്രം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട് എൻ്റെ പിതാവും പിതാവിൻ്റെ പിതാവും എൻ്റെ കുടുംബാംഗങ്ങളൊക്കെ നേരിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ആ ചരിത്രം ഉള്ള കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. തീർച്ചയായും വ്യക്തമായും പറയാൻ കഴിയുന്ന കാര്യം, മതസൗഹാർദ്ദം അല്ലെങ്കിൽ മനുഷ്യരായി കാണാനുള്ള സംസ്കാരം, അതാണ് എൻ്റെ പിതാവും എൻ്റെ പിതാവിൻ്റെ പിതാവും ഉൾപ്പെടെയുള്ളവർ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. എൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തിൻ്റെ 5ാം ക്ലാസ് തൊട്ടുള്ള സ്കൂളിംഗ് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഹൈസ്കൂളിലാണ്. ഒരു സ്റ്റേജിൽ കയറി 2 വാക്ക് പറയാൻ എന്നെ പഠിപ്പിച്ചത് കോഴിക്കോട് മലാപ്പറമ്പിലെ ക്രൈസ്റ്റ് ഹാളിലെ ബാലജന സഖ്യത്തിൻ്റെ ആരംഭകാലത്തെ മെമ്പർ കൂടിയായിരുന്നു ഞാൻ. അന്ന് 6ാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. ആ സമയത്ത് ആ കന്യാസ്ത്രീ മഠത്തിലും ക്രൈസ്റ്റ് ഹാളിലുമുള്ള എൻ്റെ സഹോദരിമാരാണ് സത്യത്തിൽ പൊതുജീവിതത്തിനെ കുറിച്ചും നാടിനെക്കുറിച്ചും മനസ്സിലാക്കാനുള്ള ശേഷിയും പ്രാപ്തിയും എനിക്കുണ്ടാക്കി തരുന്നത്. അതിനുശേഷമുള്ള മുഴുനീള ജീവിതം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത്, എൻ്റെ കുടുംബത്തിലായാലും എൻ്റെ വീട്ടിലെ ജോലിക്കാരുൾപ്പെടെ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് ഇന്നും ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് സഹോദര മതത്തിലെ സഹോദരിമാരാണ്. അവരാണ് ഇന്നും വീട്ടിലുള്ളത്. എൻ്റെ ഉമ്മ 2011 മരണപ്പെടുന്നത്. ആ 2011 ഉമ്മ മരണപ്പെടുന്നത് വരെ ഉമ്മയെ ശുശ്രൂഷിച്ച ഞങ്ങളുടെ ചേച്ചിയുടെ പേര് മേരി ചേച്ചി എന്നാണ്. ഉമ്മായുടെ മരണശേഷം ഉമ്മാൻ്റെ ബെഡ്റൂം ആ മേരി ചേച്ചിക്കാണ് ഞങ്ങൾ നൽകി. ഉമ്മാക്ക് കൊടുത്തിരുന്ന പരിഗണന കൊടുത്താണ് അവരെ ഞങ്ങൾ നോക്കിക്കണ്ടിരുന്നത്. അതുപോലെ കച്ചവട സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് എന്നെ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം ഞാനൊരു MLA ആണ്. എനിക്ക് പ്രൊട്ടക്ഷന് വേണ്ടി 2 പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ആ 2 പോലീസ് ഉദ്യോഗസ്ഥർ, ഒന്ന് ലിജുവാണ്, ക്രിസ്ത്യനെയാണ്, ഒന്ന് പ്രതീക്ഷാണ്, അവൻ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടതാണ്. ഗൺമാൻമാരെയൊക്കെ MLAമാർക്ക് സ്വയം തീരുമാനിക്കാൻ ഇവിടെ അവസരമുണ്ടായിട്ടും എൻ്റെ ജീവൻ്റെ നിഴലായി 24 മണിക്കൂറും എൻ്റെ കൂടെ നിൽക്കുന്നവർ പോലും മുസ്ലിം സമുദായത്തിൽപ്പെട്ടതല്ല എന്ന് മാത്രമല്ല, ഇതര 2 സമുദായത്തിൽപ്പെട്ടവരാണ്. നാട്ടിലുള്ള പൊതുരംഗത്തുള്ള എല്ലാ മേഖലകളിലും എൻ്റെ കുടുംബത്തിൻ്റെ, സർക്കാരിൻ്റെ ഇവിടുത്തെ പദ്ധതികൾ, സ്കൂളുകൾ, ആശുപത്രികൾ എന്ത് പരിശോധിച്ച് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് എൻ്റെ പിതാവിൻ്റെയോ പിതാവിൻ്റെ പിതാവിൻ്റെയോ ദാനമായിട്ടാണ് കാണാൻ സാധിക്കുക. ഞാൻ താമസിക്കുന്ന എൻ്റെ അയൽവാസികൾ എന്ന് പറയുന്നത് തുമ്പട്ടിജാലിൽ കോളനിയാണ്. എൻ്റെ പിതാവിൻ്റെ കാലഘട്ടത്തിൽ അവർക്ക് നൽകിയ ഏകദേശം 10 ഏക്കറോളം ഭൂമിയിൽ 300ഓളം കുടുംബങ്ങൾ ഇന്നവിടെ താമസിക്കുകയാണ്. അത് വീടിന് തൊട്ടടുത്താണ്. അങ്ങനെ ഓരോ മേഖലകളും പരിശോധിച്ച് നോക്കിയാൽ ഈ പറയുന്നവർ പറയുന്നതും ഇതിൻ്റെ യാഥാർത്ഥ്യവും കേരളത്തിലെ ജനങ്ങൾക്ക്, പൊതുപ്രവർത്തകർക്ക് മനസ്സിലാക്കാവുന്നതാണ് എന്ന് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കുകയാണ്. എൻ്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ എല്ലാം അറിയുന്ന എല്ലാ മതസ്ഥരെയും ഒരുമിച്ച് കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തിലാണ് ഇന്നും ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ PV അൻവറിനെ ഒരു ഫാസിസ്റ്റ് ആക്കാനോ അല്ലെങ്കിൽ ഒരു ഇസ്ലാമിസ്റ്റ് ആക്കാനോ ഉള്ള ശ്രമം നിങ്ങൾ എത്ര നടത്തിയാലും ഈ മലപ്പുറം ജില്ലയിലെയും ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടിലെയും കേരളത്തിലെയും ഇന്ത്യയിലെയും പുറത്തുള്ള ഇതര മതസ്ഥരായ ആയിരക്കണക്കിന് സുഹൃത്തുക്കൾ ഇന്നും എനിക്കുണ്ട്. അവർക്കൊക്കെ കൃത്യമായി അറിയുന്നതാണ് PV അൻവറിൻ്റെ മതേതര നിലപാട് എന്ന കാര്യത്തിൽ. അതിനെ ഇനി കൂടുതൽ വ്യക്തമാക്കേണ്ട ആവശ്യമില്ല. ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് കേരളീയ പൊതുസമൂഹത്തിനോട് ഇങ്ങനെ ഒരു സാഹചര്യം വന്നതുകൊണ്ട് മാത്രം തുറന്ന് പറയേണ്ടി വന്നത് മാത്രമാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഈ ഷാജൻ സ്കറിയയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്ന് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ അദ്ദേഹത്തെ പിന്തുണക്കാതെ നിന്നിരുന്ന കോൺഗ്രസിൻ്റെ കുറച്ച് നേതാക്കൾ ഓരോന്നായി ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആ പ്രിയപ്പെട്ട എൻ്റെ പഴയകാല നേതാക്കളോട് പറയാനുള്ളത്, നിങ്ങൾ എന്ത് താല്പര്യത്തിൻ്റെ പേരിലാണ് ഷാജൻ സ്കറിയയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ കേരളത്തിലെ ജനങ്ങൾക്കോ പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകർക്കോ നിങ്ങളോടൊപ്പം നിൽക്കുന്ന UDF പ്രവർത്തകർക്കോ സാധിച്ചിട്ടില്ല. ഹൈന്ദവ വർഗീയത കുത്തിച്ചെലുത്താൻ
RSSനെയും BJPയുടെയും അധികാര കേന്ദ്രങ്ങൾക്ക് കടന്നു വരാൻ കഴിയാത്ത കേരളത്തിലേക്ക് അവരെ കടത്തി വിടാനുള്ള വഴികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഇരയായിട്ടുള്ളത് രാഹുൽ ഗാന്ധിയാണ്. കോൺഗ്രസ് നേതാക്കളെ നേതാക്കൾ എന്നല്ല വിളിക്കേണ്ടത്, മനുഷ്യരെന്ന് പോലും വിളിക്കാൻ പാടില്ല, വൃത്തികെട്ട ജന്തുക്കൾ എന്ന് തന്നെ വിളിക്കണം. അതുപോലെ തന്നെ നെഹ്റു കുടുംബത്തിനെയും ഇതുവരെ ഒരു മാധ്യമപ്രവർത്തകനും ചെയ്യാത്ത രീതിയിൽ അപകീർത്തിപ്പെടുത്തുകയും രാഹുൽ ഗാന്ധി സ്ത്രീലമ്പടനാണെന്നും വിദേശത്ത് കള്ളപ്പണ ബിസിനസ് ഉണ്ടെന്നും ഇന്ത്യയിലെ ജനങ്ങളറിയാതെ ലോകത്ത് പല സ്ത്രീകളുമായി ചുറ്റിക്കറങ്ങുകയാണ് എന്ന രീതിയിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം കേരളത്തിലെ ഈ പറയപ്പെടുന്ന ഇന്ന് അദ്ദേഹത്തെ താൽക്കാലികമായി 4 വോട്ടിന് വേണ്ടിയിട്ട് പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന KPCC പ്രസിഡന്റ് കെ സുധാകരനും രമേശ് ചെന്നിത്തലയും VD സതീശനും ശശി തരൂരും അടക്കമുള്ളവർക്കെതിരെ പറഞ്ഞത്, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വൃത്തികെട്ട സംസ്കാരത്തിന്റെ ഉടമകളാണ് കോൺഗ്രസും കോൺഗ്രസ് നേതൃത്വവും എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തമ്പനൈലുകളൊക്കെ ഇതിൻ്റെ കൂടെ ഞാൻ വിടുന്നുണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഷാജൻ സ്കറിയെ ഇവർ സപ്പോർട്ട് ചെയ്യുന്നത്? ഷാജൻ സ്കറിയയുടെ ലക്ഷ്യം ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിയുടെ കുടുംബമാണ്. ആ കുടുംബത്തിൻ്റെ അകത്ത് പോലും, ആ കുടുംബത്തിൻ്റെ അകത്ത് ബെഡ്റൂമിലെ കാര്യങ്ങൾ പോലും ചർച്ച ചെയ്യപ്പെടുന്ന വൃത്തികെട്ട, മനുഷ്യർക്ക് പറയാൻ കൊള്ളാത്ത സംസ്കാരത്തിൻ്റെ ഭാഗമായി നടന്ന വാർത്തകൾ, ആ വാർത്തകളാണ് ഇന്ന് അതിനു വേണ്ടിയിട്ടാണ് ഷാജൻ സ്കറിയെ വെള്ളപൂശാൻ വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഈ നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2 ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട തിരുവഞ്ചൂര് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയോടാണ് ഈ ചങ്ങാതിയെ ഉപമിച്ചിട്ടുള്ളത്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എവിടെ നിൽക്കുന്നു എന്നും ഈ പറയുന്ന ചങ്ങാതി എവിടെ നിൽക്കുന്നു എന്നും കേരളത്തിലെ ജനങ്ങൾക്ക് വിലയിരുത്താൻ സാധിക്കും. അപ്പോൾ ഇത്ര വലിയൊരു സാമൂഹ്യ വിരുദ്ധനെ ഈ രീതിയിൽ ഉയർത്തിക്കാട്ടാൻ ഒരു നാണവും മാനവുമില്ലാതെ UDFന്റെ ഭാഗം അല്ലെങ്കിൽ UDF നിയന്ത്രിക്കുന്ന നേതാക്കന്മാർ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് കേരളം മുഴുവൻ ഇതിൽ ഇടപെട്ടിട്ടും മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ഈ വിഷയത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. വ്യക്തിഹത്യയുടെ ഏറ്റവും വലിയ മൂർത്തീഭാവമായി ഈ ചങ്ങാതി മാറിയിട്ടും നമുക്കറിയാം കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു പൊതുസമൂഹത്തിലെ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് യൂസുഫ് അലി സാഹിബ്. ആ വ്യക്തിയെക്കുറിച്ച് അദ്ദേഹം വർഗീയവാദിയാണ്, അദ്ദേഹം വിദേശത്തു നിന്ന് പണം കടത്തുകയാണ്, ഇന്ത്യയെ നടുകെ പിളർത്താൻ പാകിസ്ഥാനോടൊപ്പം ചേരുകയാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ, അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തെ പോലും വളരെ മോശമായ രീതിയിൽ ആവർത്തിച്ച് കേരളത്തിലെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു സഹി കെട്ടിട്ട് അവസാനം അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കേണ്ടി വന്നു. ജനാബ് യൂസുഫ് അലിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് മനുഷ്യരെ എങ്ങനെ സഹായിക്കാൻ പറ്റും എന്ന് ഒരുപാട് തവണ തെളിയിച്ചിട്ടുള്ള വ്യക്തിജീവിതം തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. എനിക്ക് നേരിട്ട് പറയാൻ ഞാൻ ഇത്ര ആവേശത്തോടു കൂടി ആ കാര്യം പറയുന്നതിൻ്റെ കാരണം കഴിഞ്ഞ പ്രളയത്തിൽ 2018 71 ആളുകൾ മരണപ്പെട്ട നിലമ്പൂരിലെ പ്രളയത്തിലും മണ്ണിടിച്ചിലും അദ്ദേഹം നേരിട്ട് നിലമ്പൂരിൽ വന്ന് ആളുകളെ കണ്ട് അവരുടെ വിഷമാവസ്ഥ മനസ്സിലാക്കി ഏകദേശം 35ഓളം വീടുകൾ 4 കോടിയോളം രൂപ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നേരിട്ട് നൽകിയിട്ടുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവർ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയുമായിട്ടുള്ള എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ തന്നെ ഒട്ടനവധി പ്രാവശ്യം ഈ കേരളത്തിലെ സമൂഹത്തോട് വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ രീതിയിൽ
ഒരു എന്താ പറയുക വർഗീയവാദിയാക്കി, ഒരു മുസ്ലിം വർഗീയവാദിയാക്കി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഒരു മടിയും കാണിക്കാതിരുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്കറിയുന്ന ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾ സ്വയം വിലയിരുത്തിക്കൊണ്ട് ആളുകളെ വർഗീയമായി ടാറടിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നേടുന്ന ഇത്തരത്തിലുള്ള ചാനലുകളെ ജനങ്ങൾ തിരിച്ചറിയാൻ സമയം വൈകി എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇത്രയും കാലം ആ വ്യക്തിയുടെ എല്ലാ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങളും മുതലെടുത്ത് രാഷ്ട്രീയത്തിലും സ്വന്തം ജീവിതത്തിലും അങ്ങേയറ്റം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഈ UDFന്റെ നേതാക്കന്മാർ ആ വ്യക്തിയോട് പോലും ഒരു നിമിഷം ഒരു ശതമാനം നീതി കാണിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ഈ നാട്ടിലെ ഏറ്റവും വലിയ വർഗീയവാദിയായി ഈ ചാനൽ മുദ്ര കുത്തുമ്പോഴും അതിനെതിരെ ഒരു വാക്ക് പോലും പറയാൻ തയ്യാറായില്ല എന്നത് ഈ നാട്ടിലെ ജനങ്ങൾ വളരെ അത്ഭുതത്തോടു കൂടിയും ആശങ്കയോട് കൂടിയിട്ടുമാണ് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഈ നിലപാടിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്.